മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതൊരു തർക്ക വിഷയമാണ്. കാരണം ലോകത്തെ ആ ഒരു സംഭവം ബോധ്യപ്പെടുത്തുന്നതിൽ അമേരിക്ക വിജയിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. എന്ന് വെച്ചാൽ മനുഷ്യൻ സ്പേസിൽ പോണ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആരും അതിനെ എതിർക്കാൻ വരുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യൻ ഇപ്പോൾ ചന്ദ്രനിലേക്ക് റോവറുകളെ അയക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ലാൻഡറുകളെയും റോവറുകളെയും ഒക്കെ അയക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങി എന്നതിനെ ആളുകൾ സംശയത്തോടെ കാണാൻ കാരണം പിന്നീട് ഇങ്ങോട്ട് അമേരിക്ക സമാനമായ ദൗത്യങ്ങൾ ചെയ്യാതെ വിട്ടുനിന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് കണ്ടെത്തുന്നത് ഇന്ത്യയാണ്. ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇന്ത്യയുടെ ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തലായിരുന്നു ചന്ദ്രനിൽ വെള്ളം നൽകാൻ കഴിയും, അല്ലെങ്കിൽ ജലത്തിന്റെ സാന്നിധ്യം ചന്ദ്രനിലുണ്ട് എന്നുള്ളത്. അപ്പോളോ ദൗത്യങ്ങളടക്കം 100 ദൗത്യങ്ങൾ നടത്തിയ അമേരിക്ക എന്തുകൊണ്ട് ഇത് കാണാതെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നാസയുടെ സഹായത്തോടെ ഒരു സ്വകാര്യ കമ്പനി, അമേരിക്കൻ സ്വകാര്യ കമ്പനി ഒരു പേടകം ചന്ദ്രനിലേക്ക് അയച്ചു. അപ്പോൾ ഇത് അവിടെ ഇപ്പോൾ ലാൻഡ് ചെയ്തുവെങ്കിലും സംഗതി മിഷൻ ഫെയിൽ ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തലകുത്തനെ ചരിഞ്ഞൊക്കെയാണ് വീണിരിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ സൗത്ത് പോളിൽ, ചന്ദ്രന്റെ സൗത്ത് പോൾ, ഇന്ത്യ നമ്മുടെ റോവറിനെ ഇറക്കിയ സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡർ വന്നിറങ്ങിയ സ്ഥലം, ആ ഒരു സ്ഥലം നമ്മൾ ശിവശക്തി പോയിന്റ് എന്ന് വിളിക്കുന്ന അതിനടുത്തായിട്ട് ഇറക്കാനായിട്ടാണ് ഈ അമേരിക്കൻ കമ്പനി ശ്രമിച്ചത്. പക്ഷെ പരാജയപ്പെട്ടു. ഇവർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നമ്മുടെ ചന്ദ്രയാൻ 3 ചെയ്യുന്ന സമയത്ത് അതേ സമയം തന്നെ റഷ്യയുടെ ഒരു മിഷൻ ഉണ്ടായിരുന്നു, ലൂണ 2 എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ സൗത്ത് പോളിലേക്കായിരുന്നു റഷ്യയും ആ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതും ഫെയിലായി പോയി. ആദ്യകാലങ്ങളിൽ ചന്ദ്രനിലേക്ക് മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു, അതയച്ചു ഇതയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള US-ഉം അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഇന്നത്തെ പ്രതീകമായ നമ്മുടെ റഷ്യയും, ഈ രാജ്യങ്ങൾ ഫെയിലാവുകയാണ് തുടർച്ചയായിട്ട് ചാന്ദ്ര ദൗത്യത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ മനുഷ്യരെ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോഴും ഒരു വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതിന്റെ കാരണം ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ US എങ്ങനെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം US 70കളിൽ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ടെക്നോളജി കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണല്ലോ. അതിന് അവർ നിരത്തുന്ന കാരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണെന്നൊക്കെ തോന്നുമെങ്കിലും അതിനകത്തൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ സക്സസ് ആയിട്ട് ചന്ദ്രനിലേക്ക് ഒരു രാജ്യത്തിന് മനുഷ്യനെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരടുത്ത് ശ്രമിക്കുക ചൊവ്വയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആ മിഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അതിലൂടെ അവർ ഭൂമിക്ക് പുറത്തേക്ക് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. പണച്ചിലവേറിയതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതത്ര 100% വിശ്വസനീയമായിട്ടൊന്നും തോന്നുന്നില്ല. എന്തായാലും ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകാം, ഇറങ്ങിയിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യ വിജയിപ്പിച്ച ഒരു മിഷൻ പോലും വിജയിപ്പിക്കാൻ US-ന് കഴിയുന്നില്ല. എന്തിന്, റഷ്യയ്ക്ക് പോലും കഴിയുന്നില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മറ്റൊരു രാജ്യം ചൈനയാണ്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. ചൈന വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ മിഷൻസ് അവർ പൂർത്തിയാക്കുന്നുണ്ട്. അവർ അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചന്ദ്രനിൽ നിന്ന്. ഇപ്പോൾ ഇന്ത്യയെ പോലെ അവർക്ക് സൗത്ത് പോളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ശിവശക്തി പോയിന്റ് ഇന്ത്യയുടേത് മാത്രമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യക്ക് അടുത്ത് ലാൻഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ US ശ്രമിച്ചത്. അപ്പോൾ പലരും പറയും ഇതൊരു സ്വകാര്യ കമ്പനിയല്ലേ, അതൊക്കെ സ്വാഭാവികമല്ലേ എന്നൊക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് നാസയുടെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. എന്ന് വെച്ചാൽ ഫെയിൽ ആവുന്ന കേസുകൾ അവരുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം സ്വകാര്യ കമ്പനികൾ അവർ വളർത്തിക്കൊണ്ടിരുന്നത്. അത് സ്പേസ് എക്സ് ആണെങ്കിലും ബ്ലൂ ഒറിജിൻ ആണെങ്കിലും ഇപ്പോൾ പരാജയപ്പെട്ട കമ്പനി ആണെങ്കിലും ഇതെല്ലാം തന്നെ നാസയുടെ സഹായത്തോടെ, ടെക്നോളജി കൊടുക്കുന്ന നാസയാണ്, ആ ടെക്നോളജിയിലൂടെ വളർന്നു വരുന്ന കമ്പനികളാണ്. അപ്പോൾ നാസയുടെ സപ്പോർട്ടോടെയാണ് ഇവരെ ഒരു മിഷൻ ഇപ്പോൾ നടത്തുന്നതും. ആ മിഷനാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ മിഷനാണ്, രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തി, അതും ഫെയിലായി. ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുകയാണ്, അതും ഫെയിലായി. ഇതോടെ മൂന്നാമത്തെ ദൗത്യം പ്ലാൻ ചെയ്തിരുന്നു, അത് ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടിലുമാണ്. ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ ഒരു വലിയ വിജയം തന്നെയാണ് ചന്ദ്രനിൽ, അതും ഇന്നേ വരെ ആരും പോകാത്ത സൗത്ത് പാർട്ടിൽ നമുക്ക് എത്താൻ പറ്റി എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം റഷ്യ പരാജയപ്പെട്ടു, ഇപ്പോൾ US-ഉം പരാജയപ്പെട്ടിരിക്കുകയാണ്. അത്രയും വളരെ പ്രയാസമേറിയ ഒരു മിഷനാണ് നമ്മുടെ രാജ്യം, നമ്മുടെ സയന്റിസ്റ്റുകളെ ഉണ്ടല്ലോ എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല, അത്രയും മികച്ചൊരു കാര്യമാണ് അവർ ചെയ്തത്. ശരിക്കും ഇതിലൂടെ നമ്മുടെ രാജ്യത്തിന് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം US ഒരു പ്രോജക്റ്റിൽ ഫെയിലായി എന്ന് പറയുമ്പോൾ അതിൽ വിഷമമുണ്ട്. കാരണം വളരെ ഡ്രീം ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട്, ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് പൈസ ചിലവുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പലരുടെയും സ്വപ്നങ്ങളാണല്ലോ ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, ഒരു മിഷൻ ഫെയിലാവുമ്പോൾ തകർന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ സന്തോഷമൊന്നുമില്ല. പക്ഷേ എത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മിഷനാണ്, എത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷനാണ് നമ്മുടെ ഏജൻസി, നമ്മുടെ ബഹിരാകാശ ഏജൻസി വിജയിപ്പിച്ചത് എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. US പോലും ഫെയിലായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.